ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ആമയുടേതാണ്. പണ്ടൊരു കാട്ടിൽ ഒരു മിടുക്കനായ ആമ താമസിച്ചിരുന്നു. ക്ഷമാശീലനും ബുദ്ധിയുള്ളവനും കഴിവുള്ളവനുമായിരുന്നു ആ ആമ. പക്ഷേ ആ ആമയ്ക്ക് വളരെ പതുക്കെയേ നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആമകളൊക്കെ അങ്ങനെയാണല്ലോ, വെള്ളത്തിലാണല്ലോ അത് നല്ല രീതിയിൽ നീന്തുന്നത്. കരയിൽ അവ പതുക്കെയാണ് നടക്കാറുള്ളത്. അതേ കാട്ടിൽ തന്നെ കുറെ മാനുകളും താമസിച്ചിരുന്നു. ഒരു ദിവസം ആമ തീറ്റ തേടി ഇറങ്ങിയപ്പോൾ മാൻ പരിഹസിച്ചു. എടാ ആമേ, നീ എത്ര പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളെ കണ്ടുപഠിക്ക്. ഞങ്ങൾ എന്ത് സ്പീഡിലാണ് ഓടുന്നത്. ഞങ്ങൾ ഓടിപ്പോയി തീറ്റ തിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നീ മെല്ലെ പുറപ്പെട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും നിന്റെ ഇരയെല്ലാം മറ്റുള്ള ജീവികൾ പിടിച്ചു തിന്നിട്ടുണ്ടാവും. കഷ്ടമടാ നിന്റെ കാര്യം. നീ കുറച്ചൊക്കെ സ്പീഡിൽ ജീവിക്കാൻ പഠിക്കേ. ആമയെ മാൻ പരിഹസിച്ചു. ഇത് കേട്ട് മറ്റു മാനുകളും വന്ന് ആമയെ പരിഹസിച്ച് കാർക്കിച്ചു തുപ്പിപ്പോയി. മാനുകളുടെ പരിഹാസമെല്ലാം കേട്ട് ആമ ക്ഷമയോടുകൂടി പുഞ്ചിരിച്ചു. ക്ഷമാശീലനായിരുന്നല്ലോ നമ്മുടെ ആമ. ആമ പറയും, മാനുകളെ, നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് ജീവിതത്തിൽ. നിങ്ങളെപ്പോഴും ഓടി നടക്കുന്നു. എനിക്ക് യാതൊരു തിരക്കുമില്ല. ഞാൻ പതുക്കെ നടക്കുന്നു. ഞാനും ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു. ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിച്ചോളൂ. നിങ്ങളുടെ ഇരപിടിക്കുന്ന കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഞാൻ ഇടപെടാൻ വരികയുമില്ല. എനിക്കതിനെക്കുറിച്ച് അറിയുകയും വേണ്ട. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ. നിങ്ങൾക്ക് ധാരാളം പുല്ലില്ലേ, അത് പോയി മേഞ്ഞോളൂ. ഞാനിങ്ങനെ പതുക്കെ വന്നോളാം. എനിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. എനിക്ക് അത്രയൊക്കെ വേണ്ടു. ആമ ഇതും പറഞ്ഞ് പതുക്കെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ആകാശം കറുത്തിരുളാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ആകാശത്തേക്ക് നോക്കി. ഓ, പെരുമഴ വരാൻ പോകുന്നു. പക്ഷേ ഇത്തവണത്തെ മഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നല്ല കാറ്റാണ് വീശി അടിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. അയ്യോ, മരത്തിൻ്റെ ഇലകളെല്ലാം ആടി ഉലയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല ഇടി പൊട്ടാൻ തുടങ്ങി. ഭയങ്കര മിന്നലും വരാൻ തുടങ്ങി. കാട്ടിൻ്റെ മുകളിൽ നിന്നും ഒരു മലയുടെ പകുതി ഭാഗം ഒലിച്ചിറങ്ങി പുഴയിലേക്ക് വീണു. എല്ലാ മൃഗങ്ങളും പേടിച്ച് വിരണ്ടു. നമ്മുടെ ആമ ക്ഷമയോടുകൂടി അതിങ്ങനെ നോക്കി നിന്നു. മാനുകളെല്ലാം ഓടിപ്പോവുകയാണ്. മാനുകൾ ഓടുമ്പോൾ ആമയോട് പറഞ്ഞു, എടാ, നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്ട. പ്രകൃതി ദുരന്തമാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാം ഈ മണ്ണിൻ്റെ അടിക്ക് പോകാൻ പോവുകയാണ്. നീ വേഗം രക്ഷപ്പെട്. ഇനിയെങ്കിലും നിനക്ക് കുറച്ച് സ്പീഡ് ആവശ്യമാണ്. അതും പറഞ്ഞ് മാനുകൾ ഓടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മാനുകൾ അവിടെ നിന്നു. കാരണം എന്താണ്? വെള്ളം ഒലിച്ചു വരികയാണ്. ഒരു വലിയ മരം കടപുഴകി അവരുടെ മുന്നിലേക്ക് വീണു. മാനുകൾക്ക് ഓടാൻ പറ്റാതെയായി. ആമ ക്ഷമയോടുകൂടി മാനുകളോട് പറഞ്ഞു, പേടിക്കണ്ട ചങ്ങാതിമാരെ, നിങ്ങൾ അവിടെ ക്ഷമിച്ചിരിക്കൂ. കുറച്ച് കഴിയുമ്പോൾ ഈ മഴയും കാറ്റും നിൽക്കും. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇത് കേട്ട് മാനുകൾക്ക് ചിരിയും ദേഷ്യവും ഒരുമിച്ച് വന്നു. എടാ മണ്ടനാമേ, ഈ മരം നമ്മുടെ വഴി മുടക്കിക്കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ഇനി രക്ഷപ്പെടാനാണ്? നമ്മൾ മരിച്ചു പോവാനാണ് പോകുന്നത്. നീ ഇതൊന്നും കാണുന്നില്ലേ? നിനക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ? മൃഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി. അവരെല്ലാവരും ആമയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. കാറ്റിൻ്റെ ശക്തി കൂടി വന്നു. ആ കാട്ടിലെ ഒട്ടുമിക്ക മരങ്ങളും നിലംപൊത്തി. ആ മരത്തിൽ ഭദ്രമായി കയറ്റിയ വീടുകൾ, പക്ഷികളുടെ വീടുകളെല്ലാം പൊട്ടിച്ചെറി. മിക്ക പക്ഷിമുട്ടകളും പക്ഷിക്കുഞ്ഞുങ്ങളും ആ മഴയിൽ മരിച്ചുപോയി. നമ്മുടെ ആമ എന്ത് ചെയ്തു? ഏറ്റവും ഉറപ്പുള്ള തൻ്റെ വീടായ ഷെല്ല്, അതായത് ആമയുടെ മുതുകത്തെ ആ കവചം, ആ ഓടെന്ന് പറയുക, ആ ഓടിൻ്റെ ഉള്ളിൽ അവൻ തലയൊക്കെ ഉള്ളിലേക്കാക്കി സുഖമായി ഇരുന്നു. അവൻ്റെ ശരീരത്തിലേക്ക് കാറ്റോ മഴയോ
ഇടിയോ മിന്നലോ ഒന്നും ബാധിച്ചില്ല. അവനൊരു വലിയ കല്ലിൻ്റെ അടിയിൽ പോയി മിണ്ടാതെ ഇരുന്നു, ക്ഷമയോടുകൂടി ഇരുന്നു. മാനുകളുടെ എല്ലാം കൈയും കാലും കൊമ്പും മുറിഞ്ഞു. മിക്ക മാനുകൾക്കും മുറിയായി. അവരെല്ലാം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ആമ പതുക്കെ വന്നു. എന്താണ് ചങ്ങാതിമാരെ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ രക്ഷപ്പെടാനായി ഓടിയവരല്ലേ, എന്നിട്ടെന്താ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്? എല്ലാ മാനുകളും ആമയെ ഇങ്ങനെ നോക്കി. എല്ലാ മാനുകളും ആമയുടെ മുന്നിൽ തല താഴ്ത്തി നിന്നു. കൂട്ടത്തിൽ ഒരു വലിയ മാൻ പറഞ്ഞു, ഈ ചങ്ങാതിയുടെ പറച്ചിൽ കേട്ടിരുന്നെങ്കിൽ നമ്മൾ ആരും ആ വലിയ ആപത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു. ഈ ഗുഹയിൽ നമ്മൾ സുരക്ഷിതരായേനെ. നമുക്കതിനുള്ള ക്ഷമയില്ലാതെ പോയി. നിൽക്കാൻ അവൻ പറഞ്ഞത് നമ്മൾ കേൾക്കാനുള്ള ക്ഷമ പോലും കാണിച്ചില്ല. ഇന്ന് മുതൽ നാം ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് എന്താണ്? ക്ഷമയാണ്. ക്ഷമയാണ് ഏറ്റവും വേണ്ടത്. നമ്മൾ അവനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും ദൈവമാണ് സംരക്ഷിക്കുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ വേഗത കൂടുതലായിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ വേഗത കുറവായിരിക്കും. നാം അതൊരിക്കലും പരിഹസിക്കരുത്. ഈ വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചുമക്കൾ ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലും ഇതിലെ നന്മകൾ, ഗുണപാഠങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.